നമസ്കാരം. ആത്മീയ കഥകളാണ് ഇത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിൻ്റെ ചിന്താമണ്ഡലത്തെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച ഉപനിഷത്തുകളിൽ ബൃഹദാരണ്യക ഉപനിഷത്ത് ഏറെ പ്രസക്തവും പ്രസിദ്ധവും ഏറ്റവും വലുതുമാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് നാം യാജ്ഞവൽക്യൻ എന്ന ആചാര്യനെ പരിചയപ്പെടുന്നത്. യാജ്ഞവൽക്യൻ പ്രാചീന ഭാരതത്തിലെ ഋഷിമാരിൽ, ജ്ഞാനികളായ ഗുരുക്കന്മാരിൽ പ്രഥമസ്ഥാനീയനായിരുന്നു. യാജ്ഞവൽക്യനിൽ നിന്നുമാണ് ഭാരതത്തിൻ്റെ ചിന്താമണ്ഡലത്തെ സ്വാധീനിച്ച പല ആശയങ്ങളും, അക്ഷരബ്രഹ്മത്തെപ്പറ്റിയുള്ള ഒക്കെ പല ആശയങ്ങളും നാം കേൾക്കുന്നത് യാജ്ഞവൽക്യൻ എന്ന മഹാഋഷിയിൽ നിന്നാണ്. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു, മൈത്രേയിയും ഗാർഗിയും. ഗാർഗി ഭാരതത്തിൻ്റെ ജ്ഞാന മേഖലയിലെ വളരെ പ്രസിദ്ധമായ ചിന്തകൾക്കുടമയായ ഒരു സ്ത്രീരത്നമാണ്. ഒരുപക്ഷെ നാം സ്ത്രീകൾക്കൊക്കെ വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഗാർഗിയെപ്പോലെയുള്ള ഉദാത്തമായ ചിന്തകളുള്ള, വിദ്യാഭ്യാസം നേടിയ സ്ത്രീ മാതൃകകളെ ഭാരതത്തിന് ഉയർത്തിക്കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ആദരവുള്ള സ്ഥാനമാണ് ഇവിടെ സ്ത്രീകൾക്കുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. യാഗങ്ങളിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകൾ, പുരുഷനോടൊപ്പം തന്നെ ബൗദ്ധികമായ സംവാദത്തിലേർപ്പെട്ടിരുന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. യാജ്ഞവൽക്യനോടൊപ്പം നിരവധി ജിജ്ഞാസയിൽ, ചിന്തകളിൽ, ചർച്ചകളിലൊക്കെ സമമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റലക്ച്വൽ ജീനിയസ് എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാർഗി. അവരുടെ ജീവിതത്തിലെ ഒരു സന്ദർഭം ഇങ്ങനെയാണ്. ഒരിക്കൽ യാജ്ഞവൽക്യ ഋഷി 2 പത്നിമാരെയും വിളിച്ചിട്ട് താൻ ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയ യാത്രയിലേക്ക്, ജ്ഞാനം തേടിയുള്ള യാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ നേടിയ ഭൗതികമായ വലിയ അധിപനായിരുന്നു, വലിയ വിദ്യാകേന്ദ്രം നടത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭൗതിക സ്വത്തുക്കളൊക്കെ ഞാൻ എൻ്റെ 2 പത്നിമാർക്കുമായി വിഭജിച്ചു തരുന്നു. എന്നിട്ട് ഞാൻ ഉന്നതമായ അറിവ് നേടി യാത്രയാകുന്നു എന്ന് ഇവരോട് 2 പേരോടും പറഞ്ഞത്രേ. ഇതുകേട്ട് മൈത്രേയി, തൻ്റെ നിയോഗം അങ്ങനെയായിരിക്കാം, അങ്ങ് കൽപ്പിക്കുന്നതെന്തോ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ ഗാർഗി അവിടെ ചോദിച്ചത്, അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അതിലും വലിയ എന്തോ നേടുന്നതിന് വേണ്ടിയിട്ടല്ലേ? അങ്ങ് ജ്ഞാനമാർജിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഭൗതികമായ സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പം അങ്ങ് ഉപേക്ഷിച്ചതാണ് അങ്ങ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്നിട്ട് അതിലും വലിയ എന്തോ ഒന്നുള്ളത് കൊണ്ടല്ലേ അങ്ങ് ഇതുപേക്ഷിച്ചിട്ട് അതിന് പോകുന്നത്? അതുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അങ്ങ് നിസ്സാരമെന്ന് കരുതിയ ഈ സ്വത്തുക്കളാണ്. അങ്ങ് തേടിപ്പോകുന്നത് ഏറ്റവും ഉദാത്തമായ ജ്ഞാനമാണ്. പിന്നെ എന്തിന് അങ്ങ് ഉപേക്ഷിച്ചു പോയ ഈ സ്വത്തുക്കൾ എനിക്ക് ആവശ്യം? അങ്ങ് എന്താണോ ഉന്നതമായതിനെ അന്വേഷിക്കുന്നത് അതെനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് അങ്ങയുടെ യാതൊരു ഭൗതിക സ്വത്തുക്കളും ആവശ്യമില്ല. ഞാൻ ജ്ഞാന വഴിയിൽ അങ്ങയോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. അറിവിൻ്റെ മുന്നിൽ മാത്രം തലകുനിച്ചിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. ശരിയായ അറിവിൽ നിന്നേ ഭൗതികമായതിനെയെല്ലാം വളരെ ലാഘവത്തോടെ ത്യജിക്കാൻ സാധിക്കും. നാം ലോകത്തിലെപ്പോഴും ഉള്ളവനെയും ഇല്ലാത്തവനെയും കണ്ടിട്ടുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരങ്ങളാണ് വലിയ വലിയ ചിന്തകളുടെയൊക്കെ പിന്നിലുള്ളത്. ലോകചരിത്രത്തെ സ്വാധീനിച്ച പല തത്വചിന്തകളുടെയും പിന്നിൽ, പല സാമൂഹ്യ ചിന്തകളുടെയും പിന്നിലുള്ളത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുക എന്നതായിരുന്നു. പക്ഷേ ഭാരതത്തിൽ മറ്റൊരു വിഭാഗം ജനങ്ങൾ കൂടിയുണ്ട്. ഉണ്ടായിട്ട് വേണ്ടെന്ന് വയ്ക്കുന്നവർ. സമൃദ്ധിയിൽ അവയെല്ലാം ശൂന്യമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ വളരെ നിസ്സാരമായി ത്യജിക്കാൻ മനസ്സുള്ളവർ. സംസ്കൃത മഹാകവികളിൽ പ്രമുഖനായ കാളിദാസൻ ഇങ്ങനെയൊരു ചിന്ത തൻ്റെ രഘുവംശത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ശൈശവേ അഭ്യസ്തവിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേന അന്തേ തനുത്യജാം എന്ന്. ശൈശവത്തിൽ വിദ്യ അഭ്യസിക്കുന്നതിന്, അറിവ് നേടുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നു. യൗവനത്തിൽ കാമങ്ങൾ അനുഭവിച്ച്, വിഷയങ്ങൾ അനുഭവിച്ച്, ഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു. ധർമാചരണം ശീലിക്കുന്നു.
വാനപ്രസ്ഥത്തിൽ, വാർദ്ധക്യത്തിൽ താൻ അനുഭവിച്ചിരുന്ന രാജപദവിയോ ഉന്നതമായ അധികാരങ്ങളോ ഉന്നതമായ സ്വത്തുക്കളോ അവയെല്ലാം ത്യജിച്ചുകൊണ്ട് യോഗേന അന്തേ തനുത്യജാം, ഈ ശരീരം പോലും അഭിമാനപൂർവം ത്യജിച്ചുകൊണ്ട് ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഇങ്ങനെ എല്ലാ സമൃദ്ധിയിലും അവയെ ത്യജിക്കാനുള്ള ഒരു മനോഭാവം കൂടി നാം നമ്മുടെ ധാർമ്മിക ജീവിതചര്യയുടെ ഭാഗമായി പഠിച്ചു വന്നിരുന്നു. ഒരുപക്ഷെ ലോകം നമ്മെ നിഷേധിക്കുന്ന, നമ്മെ ത്യജിച്ചു കളയുന്ന ഒരു കാലം വരും. നാം ലോകത്തിനും കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും ആവശ്യമല്ല എന്ന് വരുന്ന ഒരു കാലം വന്നേക്കാം. അപ്പോൾ ബുദ്ധിമാൻ്റെ, ധീരൻ്റെ മാർഗമെന്ന് പറയുന്നത് ലോകം നമ്മെ ത്യജിക്കുന്നതിന് മുൻപ് ഈ ലോകത്തെ മനസ്സുകൊണ്ട് ത്യജിച്ചേക്കുക. അത് ഇല്ലായ്മയിലാവരുത്. എല്ലാം അനുഭവിച്ച്, എല്ലാം അറിഞ്ഞ്, അതിൻ്റെ അവസാനം ഇനി എനിക്ക് ത്യജിക്കാം എന്ന ബോധത്തിലേക്ക് വരണം. അതൊട്ടും എളുപ്പമല്ല. കാരണം ഈ അനുഭവിച്ചു കൊണ്ടിരുന്നതൊക്കെ വിട്ടുകൊടുക്കാൻ ഒട്ടും എളുപ്പമല്ല. സ്വന്തം കുടുംബത്തിൻ്റെ, സ്വന്തം തൻ്റെ അധികാരം നിലനിൽക്കുന്ന ചെറിയ ഇടങ്ങളുടെ അധികാരം പോലും ത്യജിക്കാൻ നമുക്കാവുന്നില്ല. നാം കൂട്ടിവെച്ച ചെറിയ ബാങ്ക് ബാലൻസ് പോലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ പോലും നമുക്കാവുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരിടത്താണ് എല്ലാം വേണ്ടെന്ന് വെച്ചവരുടെ ചരിത്രം നാം പറയുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കുട്ടിക്കാലം മുതലേ ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ധാർമ്മികമായി അനുഭവിച്ചുകൊണ്ട് നാളെ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുമ്പോഴും എനിക്ക് അതിൽ ദുഃഖമുണ്ടാവാതെ ജീവിക്കാൻ ഞാൻ ശീലിക്കണം എന്ന് അത് കുട്ടിക്കാലത്തെ ശീലിക്കേണ്ടിയിരിക്കുന്നു. അതായത് ജീവിതം ആനന്ദകരമായ ഒരു സായാഹ്നത്തിൽ നമുക്കുണ്ടാവണമെങ്കിൽ അതിന് ബാല്യം തൊട്ടേ നാം നിസ്സംഗത ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഉള്ളപ്പോൾ അനുഭവിക്കാം. നാളെ ഇല്ലാതായാലും അത് മനസ്സിൻ്റെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടാവണം. ഒരാശയം കൂടി പറയാം. ഭാരതത്തിൽ ദധീജി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ലോകത്തിനു മുഴുവനും നാശം വിതച്ച വൃത്രൻ എന്ന അസുരനെ കൊല്ലുന്നതിന് ഒരായുധം വേണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നട്ടെല്ലിനെ ആയുധമാക്കാൻ വേണ്ടി, വജ്രായുധമാക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഋഷിയുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ദധീജിയുടെ ത്യാഗം വളരെ വലുതാണ്. നട്ടെല്ലിനെ ആയുധമാക്കുക എന്ന് പറഞ്ഞാൽ നട്ടെല്ലുള്ള, ചങ്കൂറ്റമുള്ള, പൗരുഷമുള്ള ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിനു വേണ്ടി, ലോകത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതുകൂടിയാണ്. ഇതിനു വേണ്ടത്, തന്നെ സ്വയം കൊടുക്കാൻ വേണ്ടത് നിസ്സംഗതയാണ്, ധീരതയാണ്. സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നാം ആദരവോടെ ഓർക്കുന്നത് കസിൻസ് അക്കിൻസിൻ്റെ ഗോഡ്സ് പോപ്പർ എന്ന, ദൈവത്തിൻ്റെ ദരിദ്രൻ എന്ന വിശ്വവിഖ്യാതമായ കൃതിയിലൂടെ നാം പരിചയപ്പെട്ട സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി എന്ന ത്യാഗിയായ ഒരു മഹാത്മാവിൽ നിന്നും നാം ഓർത്തെടുക്കുന്നത് ഈ ഇല്ലായ്മയുടെ, അഭിമാനത്തോടെ ഇല്ലായ്മയെ, ത്യാഗത്തെ വരിക്കുന്ന, ദാരിദ്ര്യത്തെ വരിക്കുന്ന ഒരു സംസ്കാരം അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അത് ഉദാത്തമായ ഒരാശയമാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയുടെ മുന്നിൽ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമസ്കാരം.